നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ഒരെണ്ണം ചെയ്യാനായിട്ട് നോക്കുകയാണ്. നിലവിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട്. മാനേജറുടെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യമായി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യം ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്നും നമുക്ക് എക്സ്പെൻസുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 22,600, സോറി 2,26,000. പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ നമ്മൾ കുറച്ച് 4,25,000. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ടുള്ള ഫ്രൈറ്റ് ഇൻവേർട്സ്, ഹീറ്റ് ആൻഡ് പവർ, ദെൻ സെയിൽസ് 6,80,000. സെയിൽസ് റിട്ടേൺ കുറച്ച് ബാക്കി 6,70,000. ഇനിയുള്ളത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. നമുക്കറിയാം റവന്യൂ സൈഡാണ് കൂടുതൽ. 7 ലക്ഷം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 37,600 രൂപ. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നോക്കാനുള്ളത്. ആദ്യമായി ട്രേഡ് എക്സ്പെൻസസ്, ദെൻ സാലറീസ് ആൻഡ് വേജസ്, ദെൻ ലീഗൽ എക്സ്പെൻസസ്, ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. ഇനി ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റ് പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റർ എന്ന് പറഞ്ഞാൽ 25,000 അതിന്റെ 5% 1,250 രൂപ. അത് കൂട്ടിയ 7,750 രൂപ. ഇനി ഇൻഷുറൻസ് ആണ് ഒരു 3,500. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അൺഎക്സ്പെയ്ഡ് ഇൻഷുറൻസ്, അതായത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ബാക്കിയുള്ള 2,900. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എത്ര ശതമാനം? 5% 5,000. മോട്ടോർ വാന്റെ ഡിപ്രീസിയേഷൻ 30,000ന്റെ 10% 3,000. അപ്പൊ അത് നമ്മൾ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 5,000, മോട്ടോർ വാൻ 3,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ തീർന്നോ ഇല്ലയോ നമ്മൾ ഉറപ്പാക്കുന്നു. ശേഷം നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം നമ്മൾ പരിശോധിക്കുകയാണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 20,000 രൂപയുണ്ട്. അതിനുശേഷം ഇൻഡയറക്റ്റ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് മാനേജറുടെ കമ്മീഷനാണ്. മാനേജറുടെ കമ്മീഷൻ ഇവിടെ 5% ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ്. അപ്പൊ ഈ പോയിന്റ് വെച്ച് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കുക. മാനേജേഴ്സ് കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. നിലവിലുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റവന്യൂ സൈഡും എക്സ്പെൻസ് സൈഡും നമ്മൾ നോക്കും. റവന്യൂ സൈഡ് 57,600, എക്സ്പെൻസ് സൈഡ് 30,950. അപ്പൊ അങ്ങനെ 26,650 രൂപയാണ് ഇപ്പോഴുള്ള നെറ്റ് പ്രോഫിറ്റ്. അതിനെ നമ്മൾ 105 എടുത്തുകൊണ്ട് അതിന്റെ 5% നമ്മൾ മാനേജറുടെ കമ്മീഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1,269 രൂപയാണ് മാനേജറുടെ കമ്മീഷൻ. ദെൻ നമ്മൾ എന്ത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു. സോ 57,600 നെറ്റ് പ്രോഫിറ്റ് 25,391 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നു.
ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ആദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ക്യാപിറ്റൽ എടുക്കാം. ക്യാപിറ്റൽ 3,50,000. അതിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇതായിരുന്നു നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് 25,381 രൂപ. ഇനി നമുക്ക് ഒരു ഡ്രോയിങ്സ് ഉണ്ട്. ആ ഡ്രോയിങ്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. അങ്ങനെ ഡിഡക്ട് ചെയ്യുമ്പോൾ 3,381 രൂപയാണ് ക്യാപിറ്റലിന്റെ തുക നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ക്രെഡിറ്റേഴ്സ് 50,000, ബിൽസ് പേയബിൾ 63,700. ഇനി ഒരു ലയബിലിറ്റി വരുന്ന ഏതാണ്? മാനേജറുടെ കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, 1,269 രൂപ. ഇനി നമ്മൾ അസറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ബിൽഡിംഗ് 1,00,000, ഡിപ്രീസിയേഷൻ 5,000 കുറച്ച് ബാക്കി 95,000. അതുപോലെ മോട്ടോർ വാൻ 30,000, 3,000 രൂപ ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കി 27,000. ദെൻ മെഷീനറി 22,000. ആദ്യം ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ എടുത്ത് എഴുതുക. ദെൻ സൺട്രി ഡെറ്റേഴ്സ് 25,000. അതിലും നമ്മൾ പ്രൊവിഷൻ കുറച്ച് ബാക്കി 23,750 രൂപ ഡെറ്റേഴ്സ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 40,000 രൂപ. ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 രൂപ. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അഥവാ അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് 600 രൂപ. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് 79,000. ക്യാഷ് അറ്റ് ബാങ്ക് 98,000. ഇപ്പോൾ എല്ലാം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് ടാലി 4,15,350 രൂപ. 4,15,350 രൂപ.